അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹ തുല്ലാബുൽ അഇസ മർഹബൻ ബിക്കും ജമീഅൻ. പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ആനുവൽ എക്സാമിൻ്റെ ചൂടിലായിരിക്കും, തിരക്കിലായിരിക്കും നിങ്ങൾ. ഇൻഷാ അല്ലാഹ് അറബി പരീക്ഷയാണ് ഇനി നമുക്കുള്ളത്. അറബി പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രാമർ ഭാഗമാണ് ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ 6ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഭാഗമായിരിക്കും മുലാഫ് മുലാഫുൻ ഇലൈഹി എന്നത്. മുലാഫ് മുലാഫുൻ ഇലൈഹി. എന്താണ് മുലാഫ് മുലാഫുൻ ഇലൈഹി? ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്ത് പറയുന്നതിനെയാണ് മുലാഫുൻ ഇലൈഹി എന്ന് പറയാം. ഓക്കെ ആണോ? രാജുവിൻ്റെ വീട്, അവൻ്റെ, ഇൻ്റെ, ഉടെ എന്ന് പറയുന്ന വാക്കുകളില്ലേ നമ്മൾ ചേർത്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിനെയാണ് മുലാഫുൻ ഇലൈഹി. നമുക്ക് മലയാളത്തിൽ എളുപ്പത്തിൽ പറയാം. ഇനി നമ്മൾ അറബിയിലേക്ക് വരുമ്പോൾ ഈ മുലാഫുൻ ഇലൈഹിക്ക് അതിൻ്റെ ഹർക്കത്ത് എല്ലായ്പ്പോഴും കെസിറായിരിക്കും, ജറായിരിക്കും. എന്താണ് കെസിർ ജർ നിങ്ങൾക്ക് അറിയാലോ? ഓക്കെ, അതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാഠഭാഗമാണ്. ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു തരാം. അതിൽ ഇവിടെ ചുവപ്പ് കളറിൽ അടയാളപ്പെടുത്തിയതൊക്കെ എന്താണ്? ജാറ് മജ്റൂറാണ്. ഓക്കെ ആണോ? അതോടൊപ്പം തന്നെ മുലാഫ് മുലാഫുൻ ഇലൈഹിയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാന ബൈത്ത് കിഷോർ യഖഉ ഫിൽ ഖറിയ. കിഷോറിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗ്രാമത്തിലാണ്. ബുനിയ സഖഫുൽ ബൈത്ത് മിൻ വറഖി ജൗസിൽ ഹിന്ദ്. അതായത് നാളികേരത്തിന്റെ ഓലകൾ ഉപയോഗിച്ചാണ് വീടിന്റെ മേൽക്കൂര പണിതിട്ടുള്ളത്. ഇവിടെ നോക്ക്, സഖഫുൽ ബൈത്തി, വീടിന്റെ മേൽക്കൂര. സഖഫു അൽ ബൈത്തി നിങ്ങൾ കാണുന്നുണ്ടോ? സഖഫുൽ ബൈത്തി കാണുന്നില്ല? നോക്ക്, ഇവിടെ ബൈത്തിന്റെ അവസാനത്തിൽ ജറാണ്, കെസറാണ്. ഇനി അടുത്ത് നോക്കാം, ജൗസിൽ ഹിന്ദ്. ജൗസിൽ ഹിന്ദു എന്താണ്? വറഖി ജൗസിൽ ഹിന്ദ് മുലാഫ് മുലാഫുൻ ഇലൈഹിയാണ്. അതോടൊപ്പം തന്നെ ഇൻദമാ യശ്തദുൽ മതറു വ യതസറബുൽ മാഉ ഇലാ ദാഖിലിൽ ബൈത്തി അല്ലദി യുൻസിബു ജുദ്റാനഹു മിൻ ത്വീനി വ ബാംബു. അതായത് മുളയും മണ്ണും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ആ വീടിൻ്റെ ചുമരുകൾ ശക്തമായ മഴ പെയ്യുമ്പം വീടിനകത്തേക്ക് വെള്ളം എത്താറുണ്ട്. ലൈസ ഫീഹി മിസ്ബാഹുൽ കഹ്റുബായി. ആ വീട്ടിൽ എന്തില്ല? കറണ്ട് ബൾബില്ല, കറണ്ടില്ല. യദ്റുസു കിഷോർ വ ഇഖ്വതഹു ബിനൂരി മിസ്ബാഹ്. അവരും അവൻ്റെ സഹോദരങ്ങൾ ഇഖ്വത്തും പഠിക്കുന്നത് എങ്ങനെയാണ്? മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അമാമൽ ബൈത്തി മസ്റഅത്തുൻ. നോക്ക്, അമാമൽ ബൈത്തി, വീടിൻ്റെ മുൻപിൽ, വീടിൻ്റെ മുൻപിൽ. ഇവിടെ വരുമ്പോഴോ ബിനൂരിൽ മിസ്ബാഹ്, വിളക്കിൻ്റെ പ്രകാശം. ഓക്കെ, കാന വാലിദത്തുഹു തഅമലു ഫിഹ. ഈ ഒരു പാരഗ്രാഫ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. തൊട്ടപ്പുറത്തെ പേജിൽ ഇങ്ങനെ ഒരു ബോക്സ് നമുക്ക് കാണാം. ഈ കാണുന്ന പാരഗ്രാഫിലെ മുലാഫുകൾ ഏതൊക്കെയാണ്, മുലാഫിൻ ഇലൈഹി ഏതൊക്കെയാണ് എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്ക്, ബൈത്ത് കണ്ടോ? ഇവിടെ നമ്മൾ ബൈത്ത് കാണുന്നു. ഓക്കെ, ബൈത്തിന്റെ അവസാനത്തിൽ കെസറാണ്. ജൗസിൽ ഹിന്ദിന്റെ അവസാനത്തിൽ കെസറാണ്. ബൈത്തിന്റെ അവസാനത്തിൽ കെസറാണ്. മിസ്ബാഹ്, ബൈത്ത് കണ്ടോ? ഇതൊക്കെ മറ്റൊന്നിലേക്ക് ചേർന്ന് വരുമ്പോ, ഉദാഹരണത്തിന് സഖഫുൽ ബൈത്തി. സഖഫുൽ ബൈത്തി എന്ന് വെച്ചാൽ വീടിന്റെ മേൽക്കൂര. വറഖു ജൗസിൽ ഹിന്ദി, തെങ്ങിന്റെ ഓല. ദാഖിലുൽ ബൈത്തി, വീടിന്റെ അകത്ത്. നൂറു മിസ്ബാഹി, വിളക്കിന്റെ പ്രകാശം. അമാമൽ ബൈത്തി, വീടിന്റെ മുമ്പിൽ. ഇൻ്റെ അല്ലെങ്കിൽ ഉടെ എന്നൊക്കെ പറയുമ്പോൾ വീടിന്റെ വാതില്, അല്ലെങ്കിൽ കുട്ടിയുടെ ബാഗ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മുലാഫുൻ ഇലൈഹി എല്ലായ്പ്പോഴും എന്തായിരിക്കും എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. മുലാഫുൻ ഇലൈഹി എല്ലായ്പ്പോഴും ജറായിരിക്കും, മജ്റൂർ ആയിരിക്കും. ഇനി നോക്കാം, നമുക്ക് ഇവിടെ ഒരു പ്രവർത്തനം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മുലാഫ് ഏതാണ്, മുലാഫുൻ ഇലൈഹി ഏതാണ് എന്ന് കണ്ടെത്താനാണ്. ഞാൻ മുലാഫ് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. നോക്ക്, മുലാഫുൻ ഇലൈഹി എങ്ങനെ കണ്ടെത്താം എന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. മുലാഫുൻ ഇലൈഹിന്റെ അവസാനത്തിൽ എന്തായിരിക്കും എന്നാണ് നമ്മൾ സൂചിപ്പിച്ചു വെച്ചത്. മുലാഫുൻ ഇലൈഹിയുടെ അവസാനത്തിൽ എല്ലായ്പ്പോഴും കെസിറായിരിക്കും, ജറായിരിക്കും. ഒന്നാമത്തെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഉദുനുൽ ഫീലി കബീറത്തുൻ. ഉദുനുൽ ഫീലി, ഫീലിന്റെ ഉദുന് കബീറത്തുൻ, വലുതാണ്. അവിടെ മുലാഫ് തന്നു, മുലാഫുൻ ഇലൈഹി തന്നു. രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണ്, നൂറു ശംസി ഖവിയുൻ, സൂര്യന്റെ പ്രകാശം നല്ല ശക്തിയുള്ളതാണ് എന്നതാണ് നമുക്കവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതില് ഏതാണ് മുലാഫുൻ ഇലൈഹി, ഏതാണ് മുലാഫ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, നൂറു എന്നത് മുലാഫാണ്. നൂറു എന്നത്
മുലാഫാണ്. നൂറു ഷംസി, നൂറു ഷംസ് എന്നത് എന്താണ്? ഷംസി എന്നത് മുലാഫുൻ ഇലൈഹിയാണ്. അടുത്തത് നോക്കാം. ഹാദ കിതാബു തിൽമീദ്, ഇത് കുട്ടിയുടെ പുസ്തകമാണ്. ഹാദ കിതാബു തിൽമീദ്, അവിടെ മുലാഫ് ഏതാണടാ? മുലാഫ് കിതാബാണ് അല്ലേ? മുലാഫ് കിതാബ് എന്നതാണ് അവിടെ മുലാഫായിട്ട് വന്നിട്ടുള്ളത്. അവിടെ ഏതാണ്? കിതാബാണ് മുലാഫായിട്ടുള്ളത്. ഏതാണ് മുലാഫുൻ ഇലൈഹി? കിതാബു അത്തിൽമീദി. ഓക്കെ ആണോ? അടുത്തത് നോക്കാം. തിൽക ഷജറത്തുൽ ഫനസി, അത് എന്ത് മരാണ്? ഫനസിന്റെ മരാണ്. ഫനസ് മീൻസ് ചക്ക, അത് ചക്കന്റെ മരാണ്, പ്ലാവാണെന്ന് നമുക്ക് പറയാം. ഇവിടെ ഷജറത്ത് എന്നത് മുലാഫാണ്, അൽ ഫനസി എന്നത് മുലാഫുൻ ഇലൈഹിയാണ്. ഷജറത്ത് എന്നത് മുലാഫാണ്, അൽ ഫനസ് എന്നത് മുലാഫുൻ ഇലൈഹിയാണ്. നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്തത് അശുമു റായിഅത്തുൽ വർദി, വറുദിന്റെ സ്മെല്ല്, സുഗന്ധം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അശുമു, ഞാൻ മണക്കുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ മുലാഫ് റായിഅത്താണ്, മുലാഫുൻ ഇലൈഹി വറദാണ്. ഓക്കെ ആണോ? മുലാഫുൻ ഇലൈഹി ഏതാ വരിക? വറദിൻ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് ഞാൻ അടയാളപ്പെടുത്തുന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞു തരുന്നില്ല. ഹാഫിളു അലാ നലാഫത്തിൽ ബിഅതി, നലാഫത്തിൽ ബിഅതി എന്നത് മുലാഫ് ഇലൈഹിയാണ്. ഉഹിബ്ബു മൗജൽ ബഹരി, ഞാൻ കടലിലെ തിരമാലകളെ ഇഷ്ടപ്പെടുന്നു. കടലിലെ തിരമാലകൾ, കടലിന്റെ തിരമാലകൾ. മൗജ് എന്നത് മുലാഫാണ്, ബഹിരി എന്നത് മുലാഫുൻ ഇലൈഹിയാണ്. ഓക്കെ, നശ്റബു ഹലീബൽ ബക്കറത്തി, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പശുവിന്റെ പാല് കുടിക്കാറുണ്ട്. ഹലീബ് എന്നത് മുലാഫാണ്, ബക്കറത്തി എന്നത് മുലാഫുൻ ഇലൈഹിയാണ്. മക്കളെ, മുലാഫുൻ ഇലൈഹി എല്ലായ്പ്പോഴും ജറായിരിക്കും എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു വർക്കാണ് ആനയുടെ തുമ്പിക്കൈ. ആനയുടെ തുമ്പിക്കൈ, തുമ്പിക്കൈ എന്നതിന് ഖുർത്തൂം എന്നാ പറയാ. എന്താ പറയാ? ഖുർത്തൂം. ഖുർത്തൂം. ഖുർത്തൂം എന്നാണ് തുമ്പിക്കൈക്ക് പറയാ. ആനയുടെ തുമ്പിക്കൈ, ആനയുടെ, ആന എന്നതിന് ഫീല്, അവിടെ ഫീല എന്നാണോ, ഫീലി എന്നാണോ, ഫീലു എന്നാണോ പറയാ? ഖുർത്തൂമുൽ ഫീലി. എന്താണ്? ഖുർത്തൂമുൽ ഫീലി. ആനയുടെ തുമ്പിക്കൈ ത്വവീലത്തുൻ, നീളമുള്ളതാണ്. അടുത്തത് നോക്കാം. കിണറുണ്ട്, കിണറിൽ വെള്ളമുണ്ട്. നഖയ്യ്, ശുദ്ധമായത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് മാ എന്നാണ് പറയാ. കിണറിന് നമുക്ക് എന്താ ചെയ്യാ? ബിഇർ എന്ന് പറയാ. മാ ഉൽ ബിഇരി, മാ ഉൽ ബിഇരി, കിണറിലെ വെള്ളം. ഓക്കെ, അടുത്തത് നോക്കാം. ഇല, ഇലക്ക് വറക്കുന്ന പറയാ. മരത്തിന് ഷജറു എന്നാ പറയാ. മരത്തിലെ ഇല അല്ലെങ്കിൽ മരത്തിന്റെ ഇല എന്ന് എങ്ങനെ പറയും? വറക്കു, വറക്കു ഷജറത്തി. വറക്കു ഷജറത്തി എന്താണ്? വറക്കു ഷജറത്തി അഖ്ലറുൻ. എന്താണ്? ഷജറത്തിന്റെ വറക്ക് അഖ്ലർ, പച്ച നിറത്തിലാണ്. അടുത്തത് ജിറാഫിന്റെ കഴുത്ത്. ജിറാഫിന്റെ കഴുത്ത് എങ്ങനെയുള്ളതാണ്? നീളമുള്ളതാണ്. ജിറാഫിന്റെ കഴുത്ത്. ജിറാഫ് എന്നതിന് സറാഫത്ത് എന്നാ പറയാ. ഉനുഖു സറാഫത്തി. ഉനുഖു സറാഫത്തി എന്താണ്? ത്വവീലത്തുൻ അല്ലെങ്കിൽ ത്വവീലുൻ. ഓക്കെ,
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. നിങ്ങൾ ഈ ഭാഗം പഠിച്ചിട്ടുണ്ടാകും. ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മുലാഫിൻ ഇലൈഹി എല്ലായ്പ്പോഴും ജർ ആയിരിക്കും. ഇനി നോക്കാം, ലൗന് എന്നത് മുലാഫാണ്, റാബി എന്നത് മുലാഫിൻ ഇലൈഹിയാണ്. ഇനി നോക്ക്, പേന ഉണ്ട് അല്ലെ, ആരുടെ പേനക്ക് എന്താ പറയാ? ഡേഷ് അൽ മുഅല്ലിമി ജദീദുൻ, അധ്യാപകന്റെ പേന പുതിയതാണ്. അധ്യാപകന്റെ ഖലമു അൽ മുഅല്ലിമി, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അടുത്തത് നോക്കാം, ഹഖീബത്തുൽ ബിൻതി, പെൺകുട്ടിയുടെ ബാഗ്. അടുത്ത് നോക്കുന്നു, പള്ളിന്റെ വാതില്, ബാബുൽ മസ്ജിദി, ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, അടുത്തത് ഉദുനുൽ അർനബി, അർണബിന്റെ ചെവി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുർത്തുമുൽ ഫീലി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. മുലാഫിൻ ഇലൈഹി എല്ലായ്പ്പോഴും എന്തായിരിക്കും? കെസറായിരിക്കും. മുലാഫിൻ ഇലൈഹി എല്ലായ്പ്പോഴും കെസറായിരിക്കും, ജറായിരിക്കും ഉണ്ടാവുക. മുലാഫിന് അതിന്റെ അറാബിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാം. എന്നാൽ മുലാഫിൻ ഇലൈഹിക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കാനില്ല. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ ഭാഗത്ത് നിന്ന്, ഗ്രാമർ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് മുലാഫിൻ ഇലൈഹി എന്ന ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും എന്ന് മാത്രം പറയാണ്. ഇവിടെ 2 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്, ഒരു ചോദ്യം ഇവിടെ ഉണ്ട്, ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പൊ എന്താ ശരിയാണെങ്കിൽ ഞാൻ ലൈക്ക് ഇടും. ഓക്കെ ആണോ? ഓക്കെ, ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാം.